അങ്ങനെ തുടർച്ചയായി മൂന്നാം മത്സരത്തിൽ ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. ഇന്ന് USA-ക്കെതിരെയാണ് ഇന്ത്യ കളി ജയിച്ചിരിക്കുന്നത്. ഇന്നത്തേതൊരു വിജയമായി കണക്കാക്കാൻ സാധിക്കില്ല. ആകെ കൂടി 111 റൺസ് മാത്രമേ USA ടീമിന് ഉണ്ടായിരുന്നുള്ളൂ. ആ റൺസ് മറികടക്കാൻ ഇന്ത്യ ഒരുപാട് കഷ്ടപ്പെട്ടു. 14 ഓവറിൽ ഇന്ത്യക്ക് 60 റൺസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും സ്ലോ ബാറ്റിംഗ് ആണ് ഇന്ത്യ ഇന്ന് കാഴ്ചവെച്ചത്. ഇന്ന് ഇന്ത്യ ഫസ്റ്റ് ബാറ്റ് ചെയ്തുവെങ്കിൽ ചിലപ്പോൾ ഇന്ത്യ ഇന്ന് കളി തോറ്റേനെ. അതുപോലത്തെ പ്രകടനമാണ് ഇന്ത്യ ഇന്ന് പുറത്തെടുത്തത്. USA പോലെ ഒരു ടീമിനെതിരെ ചരിത്ര വിജയം ഇന്ത്യ നേടുമെന്നായിരുന്നു എല്ലാവരും കരുതിയത്. എന്നാൽ രോഹിത് ശർമ്മ, കോഹ്ലി അടക്കം എല്ലാവരും ഫ്ലോപ്പായി. കോഹ്ലി ഇന്ന് ഡെക്കിലാണ് പുറത്തായത്. അപ്പോൾ ഇന്നത്തെ ഇന്ത്യ USA മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സഞ്ജുവിനെ ഇന്നും അവസരം കൊടുത്തില്ല. സഞ്ജുവിന് കഴിഞ്ഞ 2 മാച്ചിലും ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നെങ്കിലും സഞ്ജുവിന് ഒരു അവസരം കിട്ടുമെന്ന് കരുതി. എന്നാൽ രോഹിത് ശർമ്മ സഞ്ജുവിനെ തഴഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിന് പണി കിട്ടി. രോഹിത് ശർമ്മയും കോഹ്ലിയുമാണ് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. രണ്ടുപേരും ഫ്ലോപ്പായി. കോഹ്ലി ഇന്ന് ഗോൾഡൻ ഡെക്കിലാണ് പുറത്തായത്. അതുപോലെ രോഹിത് ശർമ്മ 3 റൺസ് എടുത്തു. ഋഷഭ് പന്ത് ആണെങ്കിൽ 18 റൺസ് എടുത്ത് പുറത്തായി. ആകെ കൂടി പിടിച്ചു നിന്നത് സൂര്യകുമാറാണ്. സൂര്യന്ന് പെട്ടെന്ന് ഔട്ടായെങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യ കളി തോറ്റേനെ. USA ടീമിനെതിരെ ഇതുപോലത്തെ കളി ഇന്ത്യ കാഴ്ചവെക്കുമെന്ന് ആരും തന്നെ കരുതിയില്ല. അയർലൻഡുമായിട്ട് ഇന്ത്യ നല്ല കളിയാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ മികച്ച വിജയം ഇന്ത്യ നേടുമെന്ന് കരുതി. എന്നാൽ ഇന്ത്യ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഇതുപോലത്തെ പ്രകടനം കൊണ്ട് ഇന്ത്യ അടുത്ത റൗണ്ടിൽ എത്തിയാൽ ഇന്ത്യക്ക് പണി കിട്ടുമെന്നത് ഉറപ്പാണ്. ഇന്ന് USA 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 110 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ബാറ്റിംഗിൽ ഇന്ത്യ അങ്ങനെ കളി ജയിച്ചിരിക്കുകയാണ്. ഇന്നത്തെ വിജയത്തോടെ ഇന്ത്യ ഒഫീഷ്യലായിട്ട് സൂപ്പർ 8ലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി ഇന്ത്യക്ക് ഒരേ മാച്ച് മാത്രമേ ബാക്കിയുള്ളൂ. ഇന്ന് ഇന്ത്യ കളി ജയിച്ചാലും ഇന്ത്യയുടെ മാച്ച് വളരെ ഡിസപ്പോയിന്റിംഗ് ആണ്. ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.